സാധാരണഗതിയിൽ കത്തോലിക്ക സഭയിലെ മാർപ്പാപ്പമാരെ സംസ്കരിച്ചിരുന്നത് സൈപ്രസ് മരത്തിൻ്റെ പെട്ടിയിൽ ഭൗതികദേഹം വെച്ചതിന് ശേഷം ലെഡ് അഥവാ ഈയം കൊണ്ടുണ്ടാക്കിയ ഒരു പെട്ടിയിലാക്കും. അതിനുശേഷം ഓക്കുമരത്തിൻ്റെ പെട്ടിയിലാണ് അടക്കിയിരുന്നത്. എന്ന് പറഞ്ഞാൽ, സിമ്പിളായിട്ട് പറഞ്ഞാൽ, 3 പെട്ടികൾ ഒന്നിനു പുറത്ത് മറ്റൊന്ന് എന്ന ക്രമത്തിലാണ് മാർപ്പാപ്പമാരെ അടക്കിയിരുന്നത്. ഇത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അംഗീകരിച്ച ക്രമവിധിയായിരുന്നു. 2005 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെയും അതിനുശേഷം 2022 3 വർഷങ്ങൾക്ക് മുമ്പ് ബെനഡിക്റ്റ് 16 മാർപ്പാപ്പയെയും ഈ ക്രമം അനുസരിച്ചാണ് സംസ്കരിച്ചത്. മാർപ്പാപ്പയുടെ ആരാധനാക്രമങ്ങളുടെ ഉത്തരവാദിത്വമുള്ള ആർച്ച് ബിഷപ്പ്, മാസ്റ്റർ ഓഫ് പേപ്പൽ ലിറ്റർജിക്കൽ സെറിമണീസ് എന്നറിയപ്പെടുന്ന ഡീഗോ റവേല്ലി പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ചക്രവർത്തിയെ പോലെ അല്ല, ആട്ടിടയനെ പോലെയാണ് ക്രിസ്തു ശിഷ്യനായ തന്നെയും അടക്കേണ്ടതെന്നും ഉദ്ധിതനായ ക്രിസ്തുവിലുള്ള സഭയുടെ വിശ്വാസം പ്രകടിപ്പിക്കാൻ ലളിതമായ സംസ്കാര ചടങ്ങുകൾക്ക് കഴിയുമെന്നുമുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ചിന്തയാണ് ഈ തീരുമാനത്തിന് പിന്നിൽ എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. മാർപ്പാപ്പമാരുടെ മരണാനന്തര പ്രാർത്ഥനാ ചടങ്ങുകളെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഞാനും നിങ്ങളും ഓർത്തിരിക്കേണ്ടത് 3 സ്ഥലങ്ങളിലായിട്ടാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മരണാനന്തര ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിച്ചത്. ഒന്നാമതായി താമസിക്കുന്ന വീട്ടിൽ, രണ്ടാമത്തേത് വത്തിക്കാൻ ബസിലിക്ക എന്നറിയപ്പെടുന്ന സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലും ചത്തുരത്തിലും, മൂന്നാമത് സംസ്കരിക്കുന്ന സ്ഥലത്ത്. ഇതിൽ ആദ്യത്തെ 2 ഇടങ്ങളിലെ ശുശ്രൂഷകൾ അവസാനിച്ചു. എന്ന് പറഞ്ഞാൽ ഫ്രാൻസിസ് മാർപ്പാപ്പ താമസിച്ചിരുന്ന സാങ്ത മാർത്ത എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ വസതി, വത്തിക്കാൻ പാലസ് ഉപേക്ഷിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ സ്വീകരിച്ച ലളിതമായ ജീവിതത്തിന് വേണ്ടി തിരഞ്ഞെടുത്ത സാങ്ത മാർത്തയിലാണ് അദ്ദേഹത്തിൻ്റെ മൃതസംസ്കാരത്തിൻ്റെ ആദ്യ ഭാഗം നടന്നത്. 2ാം ഭാഗത്തിനാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ സാക്ഷ്യം വഹിച്ചത്. അത് സെയിൻറ്റ് പീറ്റേഴ്സ് ചത്തുരത്തിനകത്തുള്ള സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ, വത്തിക്കാനം ചത്തുരത്തിലാണ്. മൂന്നാമത്തേത് അദ്ദേഹത്തെ സംസ്കരിക്കുന്ന ഇടം എന്നറിയപ്പെടുന്ന സെയിൻറ്റ് മേരി മജോറെ ദേവാലയം, അവിടാണ് നാം ഇപ്പോൾ ഉള്ളത്. പ്രാരംഭ പ്രാർത്ഥന സാധാരണഗതിയിൽ നടക്കേണ്ടത് താമസിക്കുന്ന വീട്ടിലെ കിടപ്പ് മുറിയിലാണെങ്കിലും ആ ചടങ്ങ് മാർപ്പാപ്പയുടെ പ്രൈവറ്റ് ചാപ്പലിൽ നടത്തണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് സാങ്ത മാർത്തയിലെ മാർപ്പാപ്പയുടെ പ്രൈവറ്റ് ചാപ്പലിൽ മൃതസംസ്കാര ചടങ്ങുകളുടെ ആദ്യ ഭാഗം നടന്നത്. ഇതുവരെ പബ്ലിക് വ്യൂയിങ്ങിന് ശേഷമായിരുന്നു, എന്ന് പറഞ്ഞാൽ പൊതുദർശനം, അതിനുശേഷമായിരുന്നു സംസ്കരിക്കുന്ന ശവപ്പെട്ടിയിൽ, കാസ്കറ്റ് എന്ന് പറയും, ശവപ്പെട്ടിക്കകത്ത് ഭൗതിക ശരീരം വെച്ചിരുന്നത്. എന്നാൽ ഭൗതിക ശരീരം കുളിപ്പിച്ച് മാർപ്പാപ്പയുടെ സ്ഥാനവസ്ത്രങ്ങളാണ് ഈ ശവപ്പെട്ടിയിൽ വെച്ചതിന് ശേഷമായിരിക്കും പ്രൈവറ്റ് ചാപ്പലിൽ നിന്ന് പൊതുദർശനത്തിനായി ഭൗതികദേഹം വത്തിക്കാൻ ചത്തുരം എന്നറിയപ്പെടുന്ന സെയിൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിലേക്ക് കൊണ്ടുവരേണ്ടത് എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പരമ്പരാഗതമായി മാർപ്പാപ്പമാരെ അടക്കം ചെയ്തിരുന്നത് വത്തിക്കാൻ ഗ്രോട്ടോസ് എന്നറിയപ്പെടുന്ന സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ അടിയിലുള്ള ഫ്ലോറിലാണ്. ഒരു സെല്ലാർ എന്ന് ഞാൻ പറഞ്ഞല്ലോ, അവിടെ പോയി നിന്ന് പ്രാർത്ഥിച്ചത് എൻ്റെ മനസ്സിൽ ഇപ്പോഴും പച്ചകെടാതെ നിൽക്കുന്നുണ്ട്. 90-ലധികം മാർപ്പാപ്പമാര് അന്ത്യവിശ്രമം കൊള്ളുന്ന ഇടമാണ് വത്തിക്കാനിലെ സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ അടിയിലുള്ള സെല്ലാർ. എന്നാൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ആവശ്യപ്പെട്ടതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അടക്കം ചെയ്യുന്നത് വത്തിക്കാന് പുറത്ത് റോമിലെ ബസിലിക്ക ഓഫ് മേരി മേജർ എന്ന സാന്ത മരിയ മജോരെ ദേവാലയത്തിലാണ്. അവിടെയാണ് നാം ഇപ്പോൾ വിലാപയാത്രയായി എത്തിച്ചേർന്ന് നിൽക്കുന്ന ദൃശ്യങ്ങൾ കാണുന്നത്. ഈ ആഗ്രഹത്തിൻ്റെ കാരണവും ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെയും വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ മുൻപ് നിങ്ങളോട് പറഞ്ഞിരുന്നു, പരിശുദ്ധ കന്യകാ മാതാവിനോടുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭക്തി ഒരു പ്രധാനപ്പെട്ട കാരണമായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മാർപ്പാപ്പയുടെ 4 മേജർ ബസിലിക്കകളിൽ ഒന്നാണ് സാന്ത മരിയ മജോരെ ദേവാലയം. റോമിലെ ഏറ്റവും വലിയ മരിയൻ പള്ളിയും 7 തീർത്ഥാടന ദേവാലയങ്ങളിൽ ഒന്നുമാണ് സെയിൻറ്റ് മേരി മേജർ ബസിലിക്ക. സംസ്കാര ചടങ്ങുകളുടെ ഭാഗമായുള്ള പ്രാർത്ഥനകളും ഗാനങ്ങളും ബൈബിൾ വായനകളും നമ്മൾ ഇതുവരെയും ശ്രദ്ധിച്ചതുപോലെ
ലാറ്റിൻ, ഇറ്റാലിയൻ ഭാഷകളിലാണ് നടത്തപ്പെട്ടത്. സകല വിശുദ്ധരുടെയും ലുത്തിനിയ ആലപിച്ചുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭൗതിക ശരീരം വിശുദ്ധ കുർബാനയുടെ സമാപന ഭാഗത്ത് ആശീർവാദത്തിന് മുമ്പായി വിലാപയാത്ര ആരംഭിക്കുന്നതിന് മുൻപായി സമർപ്പിച്ചത്. സകല വിശുദ്ധരുടെയും ലുത്തിനിയായിൽ നമ്മൾ മനസ്സിലാക്കിയിരുന്നു, ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ 12 വർഷക്കാലത്തെ പേപ്പസിയുടെ കാലയളവിൽ വിശുദ്ധരായി പ്രഖ്യാപിച്ച വിശുദ്ധരുടെ പേരുകൾ ഓരോന്നോരോന്നായി എടുത്തു പറഞ്ഞുകൊണ്ടാണ് ലുത്തിനിയ ചൊല്ലി പ്രാർത്ഥിച്ചത്.